വന്നോട്ട് പോയി അതിന്റെ വെള്ളത്തിലിട്ടെ ഞാൻ വീട്ടിൽ പോട്ടെ എന്നാ. അടുത്തല്ലോ ഇന്ന് പൈസ ഒന്നും കിട്ടിയില്ല. ദൈവമേ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല പൈസ കിട്ടിയിരുന്നു. അത് ഒരു 2-2.5 വർഷം മുമ്പേ ഒരു ദിവസം എൻ്റെ അനിയത്തി പുറത്ത് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. അറിയില്ല, ഇത്ര നാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടും കൂടിയില്ല. പോലീസിനൊക്കെ കൊടുത്തു കേസ്. അവർ ഒരാഴ്ച നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ആള് വേറെ എങ്ങോട്ടെങ്കിലും പോയെന്നോ അല്ലെങ്കിൽ തീർന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇനിയിപ്പോൾ ഞാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ കൂട്ടി ഒരു ദിവസം പോയതാവും തപ്പാൻ, എന്നിട്ടും കിട്ടിയില്ല അവൾ. ശരിയടി, ബൈ. അത് എൻ്റെ അനിയത്തിക്ക് ഞാൻ അവൾക്ക് ഒരു കൊന്ത പോലത്തെ ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ മാല എനിക്കും ഉണ്ട്. അതാണ് അവളുടെ സിമ്പൽ. അതേ മാല ഉള്ള ആരിനെ കണ്ടാലും ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണ് വിശ്വസിക്കുക. ശരിയടി. ഈ മാല എനിക്ക് ചേച്ചി തന്നാണല്ലോ. കുറേ വർഷമായി ചേച്ചിനെ കണ്ടിട്ട്. ചേച്ചിനെ എത്ര വർഷമായി കണ്ടിട്ട്. ചേച്ചിനെ എനിക്ക് ഇന്ന് ചേച്ചിനെ കാണിച്ചു തന്നെ ദൈവമേ. ഇതിപ്പോൾ ആരോടെ ഓടിപ്പോയത്? അമ്മ നീ താഴെ അമ്മ, അമ്മ ചെല്ലമ്മ. ഇത് ഒറ്റ മരിച്ചിട്ട് പോലും ഇല്ലല്ലോ. എനിക്കങ്ങനെ വിശന്നിട്ടും പാടില്ലല്ലോ ദൈവമേ. എങ്ങനെയെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചല്ലേ ദൈവമേ. ഇത് ആരുടെ പാട്ടാ കേൾക്കുന്നേ? എൻ്റെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ എങ്ങനെ തരും? ഒന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് തന്നെ. ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ട് പുറത്തേക്ക് വന്നല്ലേ. അങ്ങനെ എൻ്റെ ചേച്ചി നഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞേ? ആ ചേച്ചിനെ കാണാൻ എങ്ങനെയായിരുന്നു? നല്ല മുഖം. നിങ്ങളെ പോലെ തന്നെ കണ്ടോ? പേരെന്താ? ക്രിസ്റ്റീന തോമസ്.
അമ്മേ, ഞാൻ ഇതിനെ കണ്ടു. അന്ന് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്ത അതേ മാല. എന്ത്? നീ വെറുതെ പറയല്ലേ. നിന്റെ അനിയത്തിനെ നിനക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആരിനെ കണ്ടാലും നിനക്ക് നിന്റെ അനിയത്തിയായിട്ട് തോന്നി. ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ അമ്മ, അവളുടെ പേര് ക്രിസ്റ്റീന എന്ന് തന്നെ അമ്മേ. അത് മാത്രമല്ല അവൾക്കും ചേച്ചിയൊന്നുമില്ല. അതാ എൻ്റെ അനിയത്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് തരാം. അയ്യോ, അവളിവിടെ ഇല്ല. അയ്യോ, അവൾ ഇവിടെ ആയിരുന്നല്ലോ. അയ്യോ, ഞാനില്ല വേണ്ട പിടിച്ചോ. ചേച്ചിയാണ്. ഇല്ല, നിങ്ങൾ എന്റെ ചേച്ചി അല്ല. ഇത് ഓർമ്മയുണ്ടോ? ഇത് എന്റെ ചേച്ചിയിലെ കിടന്നതാ. ഇതാ നോക്ക്, ശരിക്കും നോക്ക്. നിന്റെ ചേച്ചീൻ്റെ തന്നെ. എൻ്റെ പേര് സാറാന്ന് തന്നെ. ചേച്ചി, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേച്ചി. എനിക്കെന്താ ഭ്രാന്ത? ചെറുപ്പത്തിൽ ചിരിക്കുമ്പോൾ നീ കൊണ്ട് ചിരിക്കും. ശരി, വാ. എനിക്ക് കോളൊക്കെ മതി, നല്ല കോളം. വാ, അപ്പുറത്ത് കത്തിക്ക് നീ സൂപ്പർ. അയ്യോ ചേച്ചി, എനിക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട. നീ ഇങ്ങനെ വളരണ്ടേ. ബാ, എനിക്ക് വേണ്ടിയുള്ളതെല്ലാം ഞാൻ തരാം. ഇന്ന് വൈകിട്ട് നിന്നെ കടയിൽ കൊണ്ടുപോകും. എനിക്ക് ആവശ്യമുള്ളത് ഇതൊക്കെയാണ് വെച്ചെന്ന് നോക്കാം. ആ, ഒരു കാര്യമുണ്ട്. നീ അവിടെ നിന്ന്. എനിക്ക് വീടും പരിസരമൊക്കെ കണ്ടിട്ട് എന്തോ മതിയാവും. നിങ്ങളാരാ? അത് പിന്നെ ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ അനിയത്തിയാണ്. ഞാൻ അറിയാതെ ഒരു ചേച്ചി ഉണ്ട്. എന്റെ ചേച്ചിക്ക് ഒരു അനിയനുണ്ട്. അതാണ് ഞാൻ. നിനക്ക് ഒരു സാധനം കൊണ്ടില്ല. ഇതാ അവിടെ ഇരിക്കുന്നത്. ഇതാ എനിക്ക് ഫോണും ഉണ്ട്. ഞാൻ പോയിട്ട് കുറേ ആവശ്യമുള്ള സാധനങ്ങൾ വിളിച്ചിട്ടുണ്ട്.
ഇപ്പൊ വേണ്ട, ഞാനും കൂടി തരാം. എനിക്ക് വരാം. എന്നാലും ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് ചെറിയ സ്ഥലം. ഇനി നീ ഒറ്റയ്ക്ക് പോകണ്ട, എനിക്ക് പേടിയാണ്. നീ ഫ്രണ്ടിലേക്ക് ഇരിക്കേ, ഞാൻ ബാക്കിൽ പോണ്ട, ഞാൻ അവിടെ വെക്കാം. എനിക്ക് സൈക്കിളിന്റെ കാര്യമൊന്നും മറന്നില്ലല്ലേ? ഇരിക്കുന്നു ഇരുന്നോ. നീ എന്താ മറന്നോ? നീ ഇറങ്ങ നീ. വേണ്ട, ഞാനമ്മ ഓടിക്കേ. നീ ഉണ്ടായിരുന്നു. അത് നിന്റെ അമ്മ വിളിക്കുന്നു, വീട്ടിലേക്ക് പോയിക്കേ വേഗം. ഞാൻ നിന്നെ ബാലൻസ് ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. ഒരു കാര്യം, ജിനി അവിടെ ഇരുന്ന് കളിക്കും, ഞാൻ നിന്നെ ഇപ്പൊ കൊണ്ടാക്കി. ആരുമില്ല. അങ്ങനെ രണ്ടുപേരുടെയും അന്ത്യം. ചേച്ചീനെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അനിയത്തിയും ചേച്ചിയും അന്ത്യം അണഞ്ഞിരിക്കുന്നു, അന്ത്യശ്വാസം വിട്ട്. അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി. ഇവർ രണ്ടാളും മരിച്ചിരിക്കുന്നു. സോറി, ഞങ്ങൾക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റിയില്ല.